Hi friends, today we are going to discuss the textile activities of Let It Go. Okay, നമുക്ക് ഈ Let It Go എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ textile activities നമുക്ക് ഡിസ്കസ് ചെയ്യാം. Let's analyze. Activity 1. Grace wanted to buy the monster high dolls Dracula for the Halloween. അല്ലേ, നമ്മുടെ ഹലോവിൻ്റെ മോൺസ്റ്റർ അല്ലേ, നമ്മുടെ ഡോൾസിൻ്റെ ചാപ്റ്റർ നമുക്കറിയാം. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രേസിന് ഒരു മോൺസ്റ്റർ ഹൈഡോൾ ഡ്രാക്കുളാറ എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ ഹൈഡോൾ വേണമെന്ന് അവൾ അവളുടെ അമ്മയോട് പറയാണ്, അവൾക്ക് ഹലോവിന് വേണ്ടിയിട്ട് അല്ലേ. When days passed and her mother did not buy her the doll, അല്ലേ, അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി, അവളുടെ അമ്മയാണെങ്കിൽ അവൾക്ക് ആ ഡോൾ വാങ്ങിക്കൊടുത്തില്ല. She decided to ask her again. അവൾ വീണ്ടും അത് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. Here is the conversation between the Grace and her mother. ഇവിടെ ഗ്രേസും അവളുടെ അമ്മയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. And read it and underline the expression Grace uses request her mother and brother to buy the doll. അല്ലേ, അവളുടെ അമ്മയോടും ബ്രദറിനോടൊക്കെ അവൾ നിന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്കാം. Grace: Mom, I really want the monster high doll. Would you mind buying it for me today? Mom, എനിക്ക് എന്ത് വേണം? മോൺസ്റ്റർ ഹൈ ഡോൾ വേണം. അമ്മ എനിക്കത് ഇന്ന് വാങ്ങിത്തരുമോ എന്നാണ്, നിങ്ങൾക്ക് നിന്ന് വാങ്ങിത്തരാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഓക്കെ, ഇതാണ് ഇവിടെ ഈ അണ്ടർലൈൻ വേർഡ് വരുന്നത്. ഇതാണ് കേട്ടോ, വുഡ് യു മൈൻഡ് എന്ന് പറയുന്നതാണ് കേട്ടോ. മോം പറയാണ്, സോറി, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അതിന് നല്ല വിലയുണ്ട്. വി കാൺട്ട് അഫോർഡ് ഇറ്റ് നൗ. എനിക്കത് അഫോർഡ് ചെയ്യപ്പോൾ കഴിയില്ല. വിൽ യു വെയിറ്റ് ഫോർ ഫ്യൂ മോർ വീക്സ്? നിനക്ക് 2-3 വീക്സ് നിനക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ. When her mother says this, Grace approached her elder brother. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളുടെ ബ്രദറിൻ്റെ അടുത്തോട്ട് പോയി. Grace: Brother, I want a Dracula doll. All my friends have new dolls. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഡോൾസ് ഉണ്ട്, എനിക്ക് ഡോൾ വേണം. What will I do on Halloween without it? അതില്ലാതെ എന്താണ് ഞാൻ ഹോളോവിൻ ചെയ്യുക? Do you mind buying it for me? അല്ലേ, do you mind buying it for me? വുഡ് യു മൈൻഡ് പോലെ തന്നെയാണ് കേട്ടോ. നിനക്കത് എനിക്ക് വാങ്ങിത്തരാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം. നോട്ട് അറ്റ് ഓൾ. എന്തുകൊണ്ടില്ല? ഐ വിൽ ബൈ ഇറ്റ് ഫോർ യു സേസ്. ഞാൻ നിനക്കത് വാങ്ങിത്തരാം. Which are the expression we use for making request? What difference do you notice in them? And which of these are more polite and less authoritative? എന്താണ് മക്കളെ പറയുന്നത്? ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഈ റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ സെൻറ്റൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ഡിഫറൻസ്? അതുപോലെ തന്നെ വളരെയധികം പൊളൈറ്റായിട്ടും അതേപോലെ മോർ പൊളൈറ്റിനും കുറച്ച് പൊളൈറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ വേർഡാണ് യൂസ് ചെയ്യുന്നത്? ചില സമയത്ത് നമുക്ക് സാധാരണ പോലെ റിക്വസ്റ്റ് ചെയ്താൽ മതി, ചിലപ്പോൾ നമുക്ക് അങ്ങേയറ്റം പൊളൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യാറ്? ഇതൊക്കെയാണ് ചോദ്യം. അതിനൊക്കെയുള്ള ആൻസറാണ് ഇവിടെ. Would you mind and do you mind are both polite ways to seek permission to make request. Okay, പെർമിഷൻ ചോദിക്കാനും അനുവാദം ചോദിക്കാനും റിക്വസ്റ്റ് ചെയ്യാനും അല്ലെ, അപേക്ഷിക്കാനൊക്കെ അല്ലെ, ഒരു കാര്യം നമുക്ക് ആവശ്യപ്പെടാനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുള്ളത്? വുഡ് യു മൈൻഡ് ആണ്. വുഡ് യു മൈൻഡും അതേപോലെ തന്നെ ഡു യു മൈൻഡ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഉള്ളത്. ഓക്കെ, റിക്വസ്റ്റ് ബിഗിനിങ് വിത്ത് വിൽ യു ആർ ലെസ് പൊളൈറ്റ്. Okay, whereas those that begin with would you mind and do you mind are more courteous and polite. അല്ലേ മക്കളെ, will you എന്ന് പറയുമ്പോൾ കുറച്ച് ലെസ് ആയിട്ടുള്ള പൊളൈറ്റാണ് വരുന്നത്. പൊളൈറ്റ് ഉണ്ട്, പക്ഷെ ഒരു ചെറിയ പൊളൈറ്റ് അല്ലേ, ചെറിയൊരു ഈ പൊളൈറ്റ്നെസ്സേ വരുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വുഡ് യു മൈൻഡും അതേപോലെ ഡു യു മൈൻഡും ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അങ്ങേയറ്റമുള്ളൊരു പൊളൈറ്റ് അതിൽ വരും. ഓക്കെ, നമ്മൾ അതൊന്ന് എടുത്തു തരുമോ പ്ലീസ്, അതൊന്ന് എടുത്തു തരുമോ? ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് ആ പറഞ്ഞത്. ഓക്കെ, however there is a subtle difference in the way the expressions are used. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ട്. Why do you think Grace uses would you mind and do you mind in the conversation? Identify the reason and write them in. would you mindും do you mindും അവർ യൂസ് ചെയ്തല്ലോ. അതെന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചോദിക്കുക. അതിൻ്റെ റീസൺ എന്താണ് നോക്കാം.
വുഡ് യു മൈൻഡ് യൂസ് ചെയ്തപ്പോൾ ഇസ് എ പൊളൈറ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വേ ഓഫ് മേക്കിംഗ് എ റിക്വസ്റ്റ്. ഇതെന്താണ് മക്കളെ? ഇതൊരു പൊളൈറ്റുമാണ്, അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് അല്ല, നേരിട്ടല്ലാത്ത രീതിയിലുള്ള ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, അത് ഓക്കെ. ദെൻ ഡു യു മൈൻഡ് ഇസ് എ റിലേറ്റീവ്ലി സിമ്പിൾ, ഒരു റിലേറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണ്. ആൻഡ് ഡയറക്റ്റ് റിക്വസ്റ്റ് ആണ്, പോലെ നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുമാണ് ഉള്ളത്. ദെൻ വുഡ് യു മൈൻഡ് ആൻഡ് ഡു യു മൈൻഡ് ആർ യൂഷ്വലി ഫോളോഡ് ബൈ ദ ING ഫോം ദ വെർബ് അല്ലേ. അത് നിങ്ങൾ സെൻറ്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിന് രണ്ടിൻ്റെയും ശേഷം ING ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക, ഈ വുഡ് യു മൈൻഡ് ആൻഡ് ഡു യു മൈൻഡ് ഒക്കെ പറയുമ്പോൾ. ഓക്കെ, ദെൻ ബോത്ത് ക്യാൻ ബി ആൻസേർഡ് ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേഴ്സ്. ഇത് രണ്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാറുണ്ട്. Now look at the following sentence. What difference does it make when if is added to would you mind and do you mind? അല്ലേ? ഇനി നമുക്ക് നോക്കാം. ചില സമയത്ത് നമ്മൾ ഈഫ് യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ് പ്രത്യേകത എന്നാണ് ചോദ്യം. Would you mind if I bought the doll myself? Would you mind if I bought the doll myself? ഞാൻ ആ ഡോൾ സ്വയം പോയി വാങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് അങ്ങനെ ഒരു ചോദ്യം അല്ലേ? നിനക്ക് പ്രശ്നമൊന്നും സ്വന്തമായിട്ട് പോയി വാങ്ങുകയാണെങ്കിൽ എന്നൊരു ചോദ്യം. മാം ഓഫ് കോഴ്സ് നോട്ട്, യു മേ ബൈ ഇറ്റ് യുവേഴ്സ്. ഓ, അതിനെന്താ, നിനക്കത് എന്ത് ചെയ്യാം, നിനക്ക് പോയി വാങ്ങാം. ഗ്രേസ്, ഡു യു മൈൻഡ് ഇഫ് ഐ ബൈ ദ ഡോൾ മൈ സെൽഫ്? ഞാൻ ആ ഡോൾ സ്വന്തമായിട്ട് പോയി വാങ്ങിയാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോണ്ട് വറി, ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. അത് വിഷയാക്കണ്ട, ഞാനത് നിനക്ക് വാങ്ങിത്തരാം. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഈഫ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഈസ് ഫോളോഡ് ബൈ ING ഫോം ഓഫ് ദ വെർബ്. വുഡ് യു മൈൻഡ് ആണെങ്കിലും ഡു യു മൈൻഡ് ആണെങ്കിലും അതിൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വെർബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് വുഡ് യു മൈൻഡ് ഈഫ് ആണ് എന്നുണ്ടെങ്കിൽ ഈസ് ഫോളോഡ് ബൈ ദ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. വുഡ് യു മൈൻഡിൻ്റെ കൂടെ ഈഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബേ കാണാൻ കഴിയുള്ളൂ. നോക്കിയേ, വുഡ് യു മൈൻഡിൻ്റെ കൂടെ ഇവിടെ ഈഫ് ഉണ്ട്, ഇതാണ് വുഡ് യു മൈൻഡ്. ഇവിടെ ഈഫ് ഉണ്ട്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് കാണുന്നുണ്ടോ? അതാണ് പറഞ്ഞത്. ദെൻ ഡു യു മൈൻഡ് ഈഫ് ഈസ് ഫോളോഡ് ബൈ ദ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ്. ഇനി ഡു യു മൈൻഡ് ആണെങ്കിൽ ഇതാ ഇവിടെ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വുഡ് യു മൈൻഡ് ആണെങ്കിൽ വുഡ് യു മൈൻഡിൻ്റെ കൂടെ ഈഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പാസ്റ്റ് ആയിരിക്കും. വുഡ് പാസ്റ്റ് ഓർത്താൽ മതി. വുഡ് ആണെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഉണ്ടാവും. ഇനി അതല്ല ഡു യു ആണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും ആ ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. Now complete the following conversation between Joseph Barbera and the Michael Jackson using any of the following expression. അല്ലേ, ഇനി നമ്മുടെ മൈക്കൽ ജാക്സണും ജോസഫ് ബാർബറയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. അതിനിടയിൽ വുഡ് യു മൈൻഡും ഡു യു മൈൻഡും വുഡ് യു മൈൻഡ് ഈഫും ഡു യു മൈൻഡ് ഈഫും യൂസ് ചെയ്തിട്ടുണ്ട്. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് ഈഫ്, ഡു യു മൈൻഡ് ഈഫ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹലോ ബാർബറ, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു. അല്ലേ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, മൈക്കൽ ജാക്സൺ പറയാം കേട്ടോ. അപ്പം പ്ലീസ് ഡു മീറ്റ് യു മൈക്കൽ, പ്ലീസ് കോൾ മീ ജോ. അല്ലേ, എന്താണ് പറയുന്നത്? പ്ലീസ് ടു മീറ്റ് യു ടു ആൻഡ് മൈക്കൽ ആൻഡ് പ്ലീസ് കോൾ മീ ജോ. നിങ്ങൾക്ക് എന്നെ ജോ എന്ന് വിളിക്കാം. അല്ലേ, പേരൊന്നും വിളിക്കണ്ട, അല്ലേ, ജോ എന്ന് എന്നെ വിളിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മൈക്കൽ ജാക്സൺ പറയാണ്, താങ്ക്സ് ജോ, വെൽ ഐ ഹാവ് ബീൻ എ ഹ്യൂജ് ഫാൻ ഓഫ് യു. ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ആസ്ക് യു ടു സ്കെച്ച് ആൻ ഇമേജ് ഓഫ് ദ ടോം ആൻഡ് ജെറി? ഞാൻ നിങ്ങളോട് ടോം ആൻഡ് ജെറിയുടെ ഒരു ഇമേജ് വരയ്ക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തോന്നുമോ എന്നുള്ളൊരു രീതിയിൽ കേട്ടോ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ? ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിത് തോന്നുമോ എന്നുള്ളൊരർത്ഥത്തിലാണ്. നിങ്ങൾക്ക് അവിടെ നോക്കാം, വുഡ് യു മൈൻഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വുഡ് യു മൈൻഡ് ഇവിടെ യൂസ് ചെയ്തപ്പോൾ ഈഫ് വന്നു, ശേഷം ഇവിടെ ആരാ വന്നത്? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബും വന്നു. ക്ലിയർ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ആസ്ക്ഡ് ആണ്, കണ്ടോ? വുഡ് യു മൈൻഡ് വരുമ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് വന്നു. ദെൻ ഓഫ് കോഴ്സ് നോട്ട്, ഡു മൈൻഡ് പാസിങ് മീ എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് എ പെൻസിൽ? ഓക്കെ,
എന്താണ് പറയുന്നത്? ഓ അതിനെന്താ, ഡു യു മൈൻഡ് ആണ്, ഈഫ് ഇല്ല, മറക്കരുത്, ഈഫ് ഇല്ല. ഓക്കെ, അപ്പൊ ഡു യു മൈൻഡ് ആണെങ്കിലും വുഡ് യു മൈൻഡ് ആണെങ്കിലും ING ഫോം ഓഫ് ദ വെർബ് വരും, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡു യു മൈൻഡ് പാസിങ് എന്താണ് മീ എ ഷീറ്റ് ഓഫ് പേപ്പർ, പെൻസിലും പേപ്പറും നിങ്ങൾക്കൊന്ന് എടുത്തു തരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, ഡു യു മൈൻഡ് വന്നപ്പോൾ ING ഫോം ഓഫ് ദ വെർബാണ് വന്നത്. ഓക്കെ, മറക്കരുത് കേട്ടോ. ഡു യു വരുമ്പോൾ ING ഫോം ഓഫ് ദ വെർബ് വരും. ഡു യു മൈൻഡ് ആൻഡ് വുഡ് യു മൈൻഡ് വരുമ്പോൾ ING ഫോം ഓഫ് ദ വെർബാണ് വരിക. അതേപോലെ തന്നെ വുഡ് യു മൈൻഡ് ഈഫ്, ഡു യു മൈൻഡ് ഈഫ് ആണ് എന്നുണ്ടെങ്കിൽ പാസ്റ്റും അതുപോലെ പ്രസൻറ്റും വരും. ഓക്കെ, മറക്കരുത് കേട്ടോ. ഡു യു മൈൻഡ് വുഡ് യു മൈൻഡ് ആണെങ്കിൽ ING ഫോം ഓഫ് ദ വെർബ് വരും. വുഡ് യു മൈൻഡിൻ്റെ കൂടെ ഈഫ് ഉണ്ടെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബും, ഡു യു മൈൻഡിൻ്റെ കൂടെ ഈഫ് ഉണ്ടെങ്കിൽ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ്. ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. കുറേ പേജുകൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആകെ പറയുന്നത് ഈ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കാം. മൈക്കൽ ജാക്സൺ പറയുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദം ഫോർ യു, വുഡ് യു മൈൻഡ് ഓട്ടോഗ്രാഫിങ് യുവർ സ്കെച്ച്, അല്ലേ? ഓട്ടോഗ്രാഫിങ് കണ്ടോ, ING വന്നിരിക്കുന്നത് കണ്ടോ, വുഡ് യു മൈൻഡ് യൂസ് ചെയ്തപ്പോൾ. ഓക്കെ, ദെൻ ജെൻ പറയുകയാണ് നോട്ട് അറ്റ് ഓൾ. ഡു യു മൈൻഡ് ഈഫ് ഐ ആസ്ക് യു, കണ്ടോ, ഡു യു മൈൻഡിൻ്റെ കൂടെ ഈഫ് വന്നു. ഡു യു മൈൻഡിൻ്റെ കൂടെ ഈഫ് വന്നാൽ എന്താ അവിടെ വരിക? പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് വരും. ഓക്കെ, ഇത് രണ്ടും ഈ ഒരു 2 കാര്യങ്ങൾ ഈ ഒരു 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, ഡു യു മൈൻഡും അതേപോലെ വുഡ് യു മൈൻഡും ആണെങ്കിൽ എന്താണ്, വുഡ് യു മൈൻഡുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ വരിക എന്നുള്ളത് ഓർക്കേണ്ടത്? ING ഫോം ഓഫ് ദ വെർബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതേപോലെ ഡു യു മൈൻഡിൻ്റെയും വുഡ് യു മൈൻഡിൻ്റെയും കൂടെ ഈഫ് ഉണ്ടെങ്കിൽ എന്താണ്, വുഡ് യു മൈൻഡിൻ്റെ കൂടെ വുഡ് യു മൈൻഡിൻ്റെ കൂടെ പ്ലസ് ഈഫ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പാസ്റ്റ് വെർബ് കാണാൻ പറ്റും. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഡു യു മൈൻഡിൻ്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഡു യു മൈൻഡിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഡു യു മൈൻഡിൻ്റെ കൂടെ ഈഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൽ പറഞ്ഞിട്ട്. ആകെ ഇതിൽ പറഞ്ഞിട്ട് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഡു യു മൈൻഡും വുഡ് യു മൈൻഡും ഒക്കെ എന്താണ്, ഇതൊക്കെ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡു യു മൈൻഡും വുഡ് യു മൈൻഡും ആണെന്നുണ്ടെങ്കിൽ ING ഫോം ഓഫ് ദ വെർബിനെ കാണാൻ സാധിക്കും. വുഡ് യു മൈൻഡിൻ്റെ കൂടെ ഈഫ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബും, ഡു യു മൈൻഡിൻ്റെ കൂടെ ഈഫ് വന്നാൽ പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ്റെ ഉള്ളിൽ വരുന്നത്. നോക്കാം. എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 9 who has read the ink and the melody narrate the events of the autobiography to a friend. Okay, 2 sentences from the narration are given into the first column of the following. അല്ലേ, ഇവിടെ ഇവൻ്റ് ആയിട്ട് ബയോഗ്രഫിയിൽ ദ ഇങ്ക് ആൻഡ് മെലഡി എന്ന് പറയുന്നത് നരേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കുട്ടി. നോക്കാം. റീവിസിറ്റ് ദ പാസേജ് ആൻഡ് പിക്ക് ദ കറസ്പോണ്ടിങ് സെൻറ്റൻസ്, കംപ്ലീറ്റ് ദ ടേബിൾ. ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. സെൻറ്റൻസ് സ്റ്റുഡൻസ് നാരേഷൻ കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നത് ബാർബറ ആസ്കഡ് ജാക്സൺ ഇഫ് ഹി വുഡ് ലൈക്ക് ടു ഗെറ്റ് ദം ഓട്ടോഗ്രാഫ് ആണ്. എന്താണ്, ഒരു ഓട്ടോഗ്രാഫ് തരുമോ എന്ന് ബാർബറ ജാക്സണോട് ആവശ്യപ്പെട്ടു. അത് എങ്ങനെയാണ് മക്കളെ? സെൻറ്റൻസ് ഇൻ പാസേജ് ആകുമ്പോൾ വുഡ് യു ലൈക്ക് മീ ടു ഓട്ടോഗ്രാഫ് ദം എന്നാട്ടോ. ദെൻ Barbara asked Jackson whether he could autograph the poster. അല്ലേ, Barbara asked Jackson whether he could autograph the poster. ആ പോസ്റ്ററിൻ്റെ താഴെയായിട്ട് ഓട്ടോഗ്രാഫ് ചെയ്തു തരുമെന്ന് ബാർബറ ആവശ്യപ്പെട്ടു. കുഡ് യു ഓട്ടോഗ്രാഫ് ദ പോസ്റ്റർ എന്നാണ് വരിക കേട്ടോ. സെൻറ്റൻസ് ഇൻ പാസേജ് ആകുമ്പോൾ കുഡ് യു ഓട്ടോഗ്രാഫ് ദ പോസ്റ്റർ എന്നാണ് വരിക കേട്ടോ. What difference do you notice between the sentence in the first and the second column? ഇനി ഫസ്റ്റിലെയും സെക്കൻഡ് കോളത്തിലെയും സെൻറ്റൻസുകൾ നമ്മൾ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്.
The sentence in the first column are reporter speech അല്ലെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് കേട്ടോ. ഫസ്റ്റ് റിപ്പോർട്ടർ സ്പീച്ചിലാണ് കണ്ടത്. The second sentence in the second column are in the direct. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചുമാണ് മക്കളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗ്രാമർ പാർട്ട്. ഇവിടെ എന്തൊക്കെയാണ്? ഒന്ന് ഡയറക്റ്റ് സ്പീച്ചിലുമാണ്, ഒന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലുമാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഗ്രാമർ പാർട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ്. നോക്കാം. What additions and changes do we make when reporting yes or no questions? അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ടിംഗ് സെൻറ്റൻസിലെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ yes or no ക്വസ്റ്റ്യൻസ് വരുന്ന സെൻറ്റൻസ് ആണ് മാറ്റാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നാണ് ചോദ്യം. വെൻ വി റിപ്പോർട്ട് yes or no ക്വസ്റ്റ്യൻ, ഇനി yes or no ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് റിപ്പോർട്ടിങ്ങിലോട്ട് മാറ്റാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മാറ്റേണ്ടത് ആടെ റിപ്പോർട്ടിംഗ് വെർബ് അല്ലേ. ഒരു റിപ്പോർട്ടിംഗ് വെർബ് എന്തായാലും നമുക്ക് അതിൻ്റെ സെൻറ്ററിലോട്ട് വേണം. അടുത്തത് യൂസ് ഈഫ് ഓർ വെദർ ടു ഇൻട്രൊഡ്യൂസ് ദ റിപ്പോർട്ട് ക്വസ്റ്റ്യൻ അല്ലേ. റിപ്പോർട്ടർ ക്വസ്റ്റ്യൻസിനനുസരിച്ച് ഈഫ് ആണോ വെദർ ആണോ എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ചേഞ്ച് ദ ടെൻസ് ഓഫ് ദ വെർബ് ഇഫ് നെസസറി. ഇനി അതിലെന്തെങ്കിലും ചേഞ്ച് ടെൻസിന് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. ചേഞ്ച് ദ പ്രോണൗൺസ് ടു മാച്ച് ദ കണ്ടൻസ് അല്ലെ. പ്രോണൗൺസിന് മാറ്റങ്ങൾ വരാറുണ്ട്, അതും നിങ്ങൾ അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റണം. ദെൻ പഞ്ചേറ്റ് വിത്ത് ദ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദ എൻഡ് അല്ലേ. ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണം? ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം. ഇത്രയുമാണ് നമ്മുടെ yes or no ക്വസ്റ്റ്യൻ മാറ്റുമ്പോഴുള്ള പ്രത്യേകത. നോട്ട് ദ ചേഞ്ചസ് ഇൻ ദ ടേബിൾ ഗിവൻ ബിലോ. ഓക്കെ, നോക്കാം. ഇവിടെ ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേർഡ്സ് ആഡർ ഈഫ് വെദർ അല്ലേ. അതാ പറഞ്ഞത് തന്നെ ഒന്ന് ടേബിളായിട്ട് കൊടുത്തുന്നുള്ളൂ. ഏതൊക്കെ വേർഡ്സുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരിക റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ? ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലോട്ട് ക്വസ്റ്റ്യൻ yes or no ക്വസ്റ്റ്യൻ ഒക്കെ മാറ്റുമ്പോൾ വരുന്നത് ഈഫോ വെദറോ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ചേഞ്ച് ദ പ്രോണോൺസ് മാറിയിട്ട് യു ചേഞ്ച്ഡ് ഇൻ ടു ഹീ ആവും അല്ലേ. ഇനി അഥവാ ഷീ ആണെന്നുണ്ടെങ്കിൽ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഷീ ആവും. അങ്ങനെ യു എന്ന് പറയുന്ന പ്രോണോണ് മാറിയിട്ട് ഹീയോ ഷീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറും. ചേഞ്ച് ഇൻ വെർബ്, അതുപോലെ എന്താണ് മക്കളെ? വെർബിൽ മാറ്റം വരും അല്ലേ. വെർബിൽ മാറ്റങ്ങൾ സംഭവിക്കും. ദ ഫസ്റ്റ് സെൻറ്റൻസ് ദ ആക്റ്റീവ് വോയിസ് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദ ഓട്ടോഗ്രാഫ് ഗെറ്റ് ഓട്ടോഗ്രാഫഡ് എന്നായി മാറി. ഓക്കെ, ദെൻ അതർ ചേഞ്ചസ് ഇൻ ദ സെൻറ്റൻസ് ഇൻ ദ ഫസ്റ്റ് കോളം സെൻറ്റൻസ് ദർ ആർ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ഈസ് ആഡഡ് അല്ലേ. റിപ്പോർട്ടിംഗ് വെർബായിട്ടുള്ള ആസ്ക്ഡ് ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആഡ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു ഈഫ് വെദർ ചേർക്കുന്നത്, റിപ്പോർട്ടിംഗ് വെർബ് ചേർക്കുന്നത്, വെർബ് പ്രൊണൗൺസിന് വരുന്ന മാറ്റം, അതുപോലെ ടെൻസിനൊക്കെ ടെൻസ് വെർബിലൊക്കെ ആവശ്യത്തിന് മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും. Then read the following conversation from the talk show. Are decisions on household purchase steered by the kids അല്ലേ. വീട്ടിലോട്ടൊക്കെ സാധനം വാങ്ങുന്നതിനുള്ള തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യാണ് മക്കളെ? അതൊക്കെ കുട്ടികളും ഇങ്ങോട്ട് വാങ്ങിയെടുക്കുകയാണ്. നമ്മൾ ഇന്നെ വാങ്ങിയാൽ മതി എന്നുള്ള തീരുമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഡിസിഷൻ മേക്കിംഗ് പവർ വരെ കുട്ടികൾ എന്ത് ചെയ്യാണ് മക്കളെ? നമ്മുടെ ഇന്ന് മോഷ്ടിച്ച് പഠിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. നോക്കാം. ഹോസ്റ്റ്. വെൽക്കം dear viewers. Today's talk show focus on the influence of young people on their parents' consumer behavior അല്ലേ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലുള്ള യങ് പീപ്പിൾസ്, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പാരൻസിൻ്റെ പർച്ചേസിങ് പവറിനെ, പാരൻസിൻ്റെ ഉപഭോക്തൃ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. We have with us Miss Seema, a parent who agreed to discuss this issue. Let's welcome her. Hello ma'am, welcome to the show. അല്ലേ, ഇവിടെ ഒരാളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാട്ടോ. സീമ, താങ്ക് യു. ഐ എം ഹോണർഡ് ടു ബി ഹിയർ. അല്ലേ, വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹോസ്റ്റ്, ആസ് എ പാരന്റ് ടെൽ മീ, ഡു യുവർ ചിൽഡ്രൻസ് ഇൻഫ്ലുവൻസ് യുവർ കൺസ്യൂമർ ബിഹേവിയർ? നിങ്ങളുടെ കുട്ടിയുടെ കൺസ്യൂമർ ബിഹേവിയറിനെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരു പാരന്റ് നിനക്ക് മറുപടി പറയാനാണ് പറയുന്നത്. സീമ, ഓഫ് കോഴ്സ്, തീർച്ചയായും. ദേ ഹാവ് ദിയർ ചോയ്സസ് ആൻഡ് ദേ ഇമ്പോസ് ഇൻ ടു അസ് അല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള തിരഞ്ഞെടുക്കലുണ്ട്. അത് അവർ നമ്മളിൽ കൊണ്ടുവന്നിട്ട് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹോസ്റ്റ്, ഡു ദേ ഇൻഫ്ലുവൻസ് യുവർ എവറി ഡേ പർച്ചേസസ്? അവർ നിങ്ങളുടെ എല്ലാ ദിവസത്തെ പർച്ചേസിനെയും സ്വാധീനിക്കാറുണ്ടോ?
സീമ പറയുകയാണെങ്കിൽ യെസ് യൂഷ്വലി ഉണ്ട് കേട്ടോ, സാധാരണ ഉണ്ട്. ഐ ഹാവ് ടു ബൈ തിങ്സ് ഓഫ് ദർ ചോയ്സ്, ഞാൻ അവരുടെ ചോയ്സ് അനുസരിച്ചും ആ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഹോസ്റ്റ് പറയാണ്, ഡു യു കൺസിഡർ യുവർ ചിൽഡ്രൻസ് ഒപ്പീനിയൻ വെൻ യു ബൈ എക്സ്പെൻസീവ് തിങ്സ് ഓർ ഡിസൈഡ് വെർ ടു ഗോ ഓൺ എ വെക്കേഷൻ? നിങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങുമ്പോഴും അതുപോലെ വെക്കേഷനൊക്കെ പോകുമ്പോഴും നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പീനിയൻ നിങ്ങൾ പരിഗണിക്കാറുണ്ടോ? ഇപ്പം സീമ പറയാണ്, ഹോ യെസ്, നൗ ഇറ്റ് ഈസ് ദേ ഡു ഓൾ ദ റിസർച്ച് ആൻഡ് സ്റ്റിയർ ദ ഫാമിലി ചോയ്സസ്. എന്താണ് പറയുന്നത്? ഓ യെസ്, തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ദേ ഡു ഓൾ ദ റിസർച്ച് ആൻഡ് സ്റ്റിയർ ദ ഫാമിലി ചോയ്സസ് അല്ലേ, നമ്മുടെ എല്ലാ ഫാമിലി ചോയ്സുകളിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവരെന്താണ് ചെയ്യാറുണ്ട്. സോ വി ഹാവ് ടു കൺസിഡർ ദെയർ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഒപ്പീനിയൻ പരിഗണിക്കാറുണ്ട്. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർ റിസർച്ച് ചെയ്യും. ഇൻ ദ ന്യൂ മോർ റിലാക്സ്ഡ് പാരന്റിങ് സ്റ്റൈൽ എ റീസൺ ഫോർ ദിസ് അല്ലേ, ഇറ്റ് ഈസ് ദ ന്യൂ ഓർ മോർ റിലാക്സ്ഡ് പാരന്റിങ് സ്റ്റൈൽ. ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിലെ പാരൻസിൻ്റെ ഈ ഒരു സ്റ്റൈലാണോ ഇതിനൊരു റീസൺ എന്നാണ് ചോദ്യം. ഷുവർ ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദ റീസൺ. ചിലപ്പം അതും ഒരു കാരണമാവാം. Now write an article on the influence of the young people on their parents' consumer behavior. You may use the question asked by the host and the response of the parent features in the talk show to make the article convincing. അല്ലേ, ഇനി ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുള്ളത് സെയിം സബ്ജക്റ്റ് തന്നെയാണ്. കുട്ടികൾ നമ്മുടെ പാരൻസിൻ്റെ പർച്ചേസിങ് പവർ അല്ലേ, ഉപഭോക്തമായിട്ടുള്ള അവരുടെ ആ ഒരു പർച്ചേസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലൊക്കെ കുട്ടികൾ ഇടപെടുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതുക. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ടോക്ക് ഷോയിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വേണം ആർട്ടിക്കിൾ എഴുതാൻ. ആർട്ടിക്കിൾ ഇൻഫ്ലുവൻസ് ഓഫ് യങ് പീപ്പിൾ ഓൺ ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ, ഇതാണ് സബ്ജക്റ്റിൻ്റെ ടോപ്പിക് കേട്ടോ. It is estimated that billions are spent every year on the advertising and marketing to children. അല്ലേ, ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഈ ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ ഈ ഒരു പരസ്യത്തിനും വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിങ്ങിനും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരസ്യത്തിനും വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് 3 times the amount of the spent 20 years ago അല്ലേ, പണ്ട് ചിലവാക്കുന്നതിൻ്റെ 20 വർഷം മുമ്പ് ചിലവാക്കിയതിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ ചിലവാക്കുന്നത്. മാർക്കറ്റേഴ്സ് ആർ പേയിങ് ഗ്രേറ്റർ അറ്റൻഷൻ ടു യങ് കൺസ്യൂമേഴ്സ് ഫോർ 3 reasons അല്ലേ. മാർക്കറ്റേഴ്സ് ഇങ്ങനെ കുട്ടികളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്, കുട്ടികൾക്കുള്ള മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ചിൽഡ്രൻസ് നൗ ഹാവ് മച്ച് മണി ഫോർ ദെയർ ഓൺ ടു സ്പെൻഡ്. കാരണം ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ സ്വന്തമായിട്ട് ചെലവഴിക്കാൻ പണമുണ്ട്. They earn their money from household chores and from relatives on holidays. അവർ ചെറിയ വീട്ടുജോലികളൊക്കെ ചെയ്തും അവരുടെ റിലേറ്റീവ്സൊക്കെ വരുന്ന പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിൽ. സെക്കൻഡ് വൺ, യങ് പീപ്പിൾ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ ഫ്രം ആൻ ഏർലി ഏജ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പാരൻസിനെ അവരുടെ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ ഈ കുട്ടികൾ സ്വാധീനിക്കുന്നുണ്ട്. Children tell their parents what snacks, cereals, toothpaste, soap and shampoo are to be bought. അല്ലേ, കുട്ടികൾ പറയുക എന്താണ്, എന്നെ എന്ത് സ്നാക്സ് കൊണ്ടുവരണം, എന്ത് പേസ്റ്റ് കൊണ്ടുവരണം, എന്ത് സോപ്പ് തേക്കണം, എന്ത് സെറിയൽസ് വാങ്ങണം, എന്ത് ഷാമ്പു വാങ്ങണം എന്നുള്ളത് കുട്ടികൾ പറയും. Teens give their opinions on the type of car, new media equipments to buy, even where to go for their vacation. അല്ലേ, അത് മാത്രമല്ല കുട്ടികൾ എന്ത് കാറ് വാങ്ങണം, എന്ത് വസ്തുക്കൾ വാങ്ങണം എന്നുള്ളതിനൊക്കെ കുട്ടികൾ മീഡിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനൊക്കെ അവർ അഭിപ്രായം പറയും. വെക്കേഷൻ എവിടെ പോകണം എന്ന് വരെയുള്ള കാര്യങ്ങൾ അവർ പറയും. തേർഡ് വൺ, മാർക്കറ്റേഴ്സ് നോ ദാറ്റ് ദ ചിൽഡ്രൻസ് ആർ ടുഡേ ആർ ദ അഡൽട്ട് കൺസ്യൂമേഴ്സ് ടുമാറോ. അല്ലേ, ഇന്നത്തെ കുട്ടികളാണ് ദ ചിൽഡ്രൻസ് ഈസ് ദ ടുഡേ ആർ ദ അഡൽട്ട്സ് കൺസ്യൂമേഴ്സ് ടുമാറോ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ അവരുടെ അഡൽട്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്നും അവർക്കറിയാം. Therefore, you need to brand many companies have cradle to grave marketing issued consumer alliance. അല്ലേ, തൊട്ടിൽ നിന്നും ബർത്ത് മുതൽ ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്നത് അല്ലേ, തൊട്ടിൽ നിന്നും ശവക്കെട്ടിൽ വരെ എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് ആളുകൾ
കൺസ്യൂമേഴ്സിനെ എടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഇൻ ദ മോഡേൺ വേൾഡ് നമ്പർ ഓഫ് ദ ചിൽഡ്രൻസ് ഇൻ ഫാമിലീസ് ഗെറ്റിംഗ് സ്മോളർ ദെർഫോർ ദ പാരൻസ് ആർ റെഡി ടു പാമ്പർ ദെയർ ചിൽഡ്രൻസ് അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും വളരെ കുട്ടികൾ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പാരൻസ് എന്തായാലും എന്ത് ചെയ്യാണ്, അവരുടെ കുട്ടികളെ വളർത്തി പാമ്പർ ചെയ്തെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ റെഡിയാണ്. The children who are influenced by the various advertisement develop some kind of liking for short and they pursue their parents to buy those products അല്ലേ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ പല രീതിയിലുള്ള പരസ്യങ്ങളും അവരെ സ്വാധീനിക്കുന്നുണ്ട്. അത് അവരെന്ത് ചെയ്യുന്നുണ്ട്, പാരൻസിനെയും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് നിർബന്ധിക്കപ്പെടുന്നുണ്ട്. ഇൻ ദെയർ ഈഗർനെസ് ടു പ്ലീസ് ദെയർ ചിൽഡ്രൻസ് പാരൻസ് ബൈ ദ തിങ്സ് ദ ചിൽഡ്രൻസ് ചോയ്സ് അല്ലേ. കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ചിന്ത മാത്രമുള്ള പാരൻസ് സ്വാഭാവികമായിട്ടും കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം വാങ്ങിക്കൊടുക്കുന്നു. ഇൻ ഷോർട്ട് ദ ചിൽഡ്രൻസ് ആൻഡ് adolescents influenced by the captivating advertising and influence the parents of big way their consumer behavior. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, അഡോളസൻസും അതേപോലെ തന്നെ കുട്ടികളും ഒരുപാട് പരസ്യങ്ങൾ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അവരെ സ്വാധീനിച്ചിട്ടുള്ള ആ പരസ്യങ്ങൾ എന്ത് ചെയ്യാണ്, അവർ സ്വാഭാവികമായിട്ട് അവർ പോയിട്ട് പാരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. സ്വാഭാവികമായിട്ട് അവരുടെ കൺസ്യൂമർ ബിഹേവിയറിലും കൂടെ ഇവരൊരു വലിയ രീതിയിൽ ഇടപെടുകയാണ്. സോ ഇത്രയുമാണ് ഇവിടെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.